ചാനൽ തൊട്ടപ്പോൾ തുടങ്ങിയതല്ല, ചെന്നായിക്കളോ എന്നെ ചുറ്റി നിൽക്കുക. ഇനിയോടെ ഞാൻ മതി. മാന്യ പ്രേക്ഷകരെ എല്ലാവർക്കും ഡിംബു സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം. മാർക്കോ മലയാളത്തിലെ തന്നെ ഏറ്റവും മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന് പറഞ്ഞ് മേക്ക് ചെയ്തൊരു സിനിമ. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. 2024 ലാസ്റ്റ് കൊണ്ടുവച്ചൊരു ബമ്പർ ബ്ലോക്ക് ബസ്റ്റർ സാധനം തന്നെ നമ്മളെ ഉണ്ണിമൂന്ന് തഞ്ചാട്ടൻ ഇറക്കി വിട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പടം കിടിലം പടം. ഉണ്ണിമൂന്നിൻ്റെ സ്വാഗ് ഒന്നും പറയാൻ പറ്റാത്ത സ്വാഗാണ്. അന്യായ സ്ക്രീൻ പ്രസൻസ് എന്ന് വേണം പറയാൻ. എന്നാ ഒരു സ്റ്റൈലാണേ പടത്തിൽ. എൻ്റെ പൊന്നോ, ഓരോ സീനിലൊക്കെ നടന്ന് വരുന്നത് കാണാൻ പക്ക പൊളി. ഒന്നും പറയാല്ല. എടുത്തു വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അന്യ. സിനിമാറ്റോഗ്രാഫറിന് കുഡോസ് എന്ന് വേണം പറയാൻ. രവി ബർസൂർ, അതുപോലെ തന്നെ മ്യൂസിക് പക്ക പൊളി. ഹനീഫ് അദേനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് കിടില അപ്ഡേറ്റ് എന്ന് വേണം പറയാൻ ഈ പടം. പക്ഷെ പടത്തിൽ പറയേണ്ട 1-2 കുറവുകളുണ്ട്. എന്തോ അതെനിക്ക് പറയാമോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയുകയാണ്. മെയിനായിട്ട് സ്റ്റോറി വേറെ ഒന്നുമല്ല. സ്വന്തം കുടുംബത്തിലൊരു അനിയനെ കൊല്ലുന്നു, തിരിച്ച് പകരം വീട്ടുന്നു, അവരുടെ മറവിലുള്ള ചതിയൊക്കെ കണ്ടുപിടിക്കുന്നു. 2 ബിസിനസ് ടൈക്കൂൺസ് തമ്മിലുള്ള ഒരു പ്രശ്നം, അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ബേസിക് ട്രീറ്റ്, അത് തന്നെയാണ്. ആ റിവെഞ്ച് സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. വേറെ ഇതിന്റെ ട്രീയിൽ വേറെ ഒന്നുമില്ല. പരസ്പരം കൊല്ലുന്നു. ഒന്ന് പറഞ്ഞ് 2 വെടി. രാം ഗോപാൽ വർമ്മയുടെ സിനിമയെ പറയുന്ന പോലെ ഒന്ന് പറഞ്ഞ് 2 വെടി എന്നുള്ള ഒരു സ്റ്റൈലാണ് പടത്തിൽ മെയിനായിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഫൈറ്റ് സീൻസ് അബ്ബാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം നമുക്ക് ഫോർ എക്സാമ്പിൾ ജോൺ വിക്ക് പറയാം, നോബഡി പറയാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് പഴയ സ്റ്റൈലിൽ ബ്രൂട്ടൽ അല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്പോർട്ടർ, പിന്നെ അങ്ങനത്തെ കുറച്ച് മൂവീസൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. ലൈക്ക് ഫാസ്റ്റ് പേസ്ഡ് ഫൈറ്റിംഗ് ആണ്. പിന്നെ ബ്രൂട്ടാലിറ്റി അങ്ങേ കൊമ്പിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ബോധം കെട്ട് പോകേണ്ട രീതിയിലുള്ള ബ്രൂട്ടാലിറ്റി ഒന്നും ഇല്ലെന്ന് വേണം പറയാൻ. അത്യാവശ്യം ഞാൻ കണ്ടാണ് ഇരുന്നത്. ഞാൻ അങ്ങനെ അറച്ചൊന്നും നോക്കിയില്ല. വൾഗറിറ്റി ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അക്സെപ്റ്റബിൾ. ലൈക്ക് ബ്രൂട്ടൽ ഫിലിംസ് കാണുന്നവർക്ക് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അല്ലാത്തവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പൊ രക്തം കണ്ടാൽ ബോധം പോണ ആൾക്കാരും ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഇതിപ്പോ രക്തം എനിക്ക് അങ്ങനെ കണ്ടിട്ട് വലിയ ഇതൊന്നും പോകുന്നില്ല. എടുത്തു പറയാനുള്ള വേറൊരു സംഭവം തന്നെ സൈറസ് കബീർ ദുൽഹൻ സിംഗ്. AR റഹ്മാനൊക്കെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ വന്ന് തകർക്കാൻ നോക്കി. പക്ഷെ അതിലൊന്നും തകർക്കാൻ പറ്റില്ല. പുള്ളി ഈ പടത്തിൽ പൊന്നു മോനെ അന്യായ തകർത്തിട്ട് പോയി. ആ ഫാമിലിയിലോട്ട് വരുന്ന ഒരു എൻട്രി ഉണ്ട്. എൻ്റെ പൊന്നു മോനെ, അത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഉണ്ണിമൂന്നിലും എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് കണ്ടുപിടിച്ചാണ് തോന്നുന്നത്. ചേട്ടാ, നമുക്ക് എങ്ങനെ ബ്രൂട്ടാലിറ്റി കാണുന്ന ആൾക്കാർക്ക് എൻ്റെ പൊന്നോ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നുള്ള രീതി കാണിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവസാനം ആ ഫാമിലിയിലെ കൊച്ചു പിള്ളേരവരെ അതൊന്നും പറയാൻ പറ്റാത്ത സീനുകളാണ്. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷമി തിലകൻ്റെ മോൻ ഇൻട്രൊഡ്യൂസിങ് അഭിമന്യു തിലകൻ. പോളി 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 ഇൻട്രൊഡക്ഷൻ. ഇമ്മാതിരി ഇൻട്രൊഡക്ഷൻ എന്ന് വേണം പറയാൻ. അവന്റെ അരങ്ങേറ്റം പൊളി അരങ്ങേറ്റം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയണ പോലെ ആയിപ്പോയി ചെറുക്കൻ്റെ അരങ്ങേറ്റം. അന്യായ കാഴ്ചയാണ് കാഴ്ച വെച്ചിരുന്നത്. അവൻ ബോഡി കൊണ്ടും ബോഡി ലാംഗ്വേജും മാസം എല്ലാം കൊണ്ട് അവൻ സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞങ്ങ് നിൽക്കുകയാണ്. പടത്തിൽ മെയിനായിട്ട് എനിക്ക് കുറവായിട്ട് തോന്നിയത് തന്നെ ജഗദീഷ് ഏട്ടൻ്റെ ഒരു ക്യാരക്ടർ. എന്തോ പുള്ളി കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട്. ഒരു നമുക്ക് അപ്പുക്കുട്ടനെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പുക്കുട്ടനിൽ നിന്ന് നേരെ പുള്ളി ചാടിയത് ഇങ്ങോട്ടാണ്. ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. ബട്ട് ചില സൈഡ്സിൽ പുള്ളി കൊടുത്ത ഒരു ഇമ്പാക്റ്റ് എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്തില്ല. സോ ഒരു സൈലന്റ് വില്ലൻ, ഒരു സൈലന്റ് വുൾഫ് എന്ന് വേണം പറയാൻ പുള്ളിയെ. ഈ ചെമ്മരിയാടുകൾക്കിടയിൽ നിൽക്കുന്ന കുറുക്കൻ്റെ ഒരു സ്വഭാവം പോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ ജഗദീഷ് ചേട്ടൻ്റെ. പുള്ളി ബ്രൂട്ടാലിറ്റി കാണിക്കുകയും ചെയ്യും, എന്നാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്യത്തില്ല. എനിക്കെന്തോ ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടർ വലുതായിട്ട് അങ്ങ് ഡൈജസ്റ്റ് ആയിട്ടില്ല. പിന്നെ മെയിൻലി ഈ ഫിലിമിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് ഡയലോഗ്സ് മോസ്റ്റ്ലി എന്തോ വലിയ ഇമ്പാക്റ്റ് തോന്നുന്നില്ല. കാര്യം ഇവരൊന്നും പറയുന്ന ഡയലോഗും ആ സ്ക്രീനുമായിട്ട് സിങ്കായി പോകുന്ന രീതിയിലൊരു സൗണ്ട് മോഡുലേഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. ഡയലോഗ്സ് ഒക്കെ വളരെ മൈൽഡായിട്ട് തോന്നി. ഇംഗ്ലീഷ് ഡയലോഗ്സിന് പകരം അവിടെ മലയാളം ഡയലോഗ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എറിച്ചേനെ. കാര്യം ഇതിൽ പറയുന്ന ചില മലയാളം ഡയലോഗുകളൊക്കെ ഇങ്ങനെ കാണുന്ന എനിക്ക് തന്നെ എൻ്റെ ഒരു അതായത് കൊല്ലപ്പെട്ട ആൾക്കൊരു ഇടയനുണ്ടായിരുന്നു എന്ന് സിദ്ദീഖ് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പറയുമ്പോൾ ഒരു ഉണ്ണിയുടെ ഒരു എൻട്രി ഉണ്ട് പള്ളിയിലോട്ട്. പൊന്നെ മോനെ സ്വാഗ്. അത് കഴിഞ്ഞ് വേറൊരു എൻട്രി ഉണ്ട് ഉണ്ണിയുടെ. ഈ ടീമുമായിട്ടൊക്കെ ജോയിൻ ചെയ്ത് ഒരു ഫൈറ്റ് ക്ലബിലോട്ട് പോകുന്ന ഒരു എൻട്രി. അയ്യൻ്റെ പൊന്നോ അന്യം. ക്ലൈമാക്സ് എന്തോ ഒട്ടിപ്പ് സെറ്റപ്പ് പോലെ ആയതുപോലെ തോന്നി. കാര്യം ഇവർ ഇത്രയും കിഡിലോ ആയിട്ട് നല്ല
പെർഫെക്റ്റ്ലി ക്രാഫ്റ്റ് ആയിട്ട് ഈ പടം ലാസ്റ്റ് വരെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ക്ലൈമാക്സിൽ എന്തൊക്കെയോ തട്ടിക്കൂത്തിട്ടുണ്ടെന്നാണെങ്കിൽ ഉണ്ണിമൂന്നൻ കൊണ്ട ഇഞ്ചുറീസ് ഒക്കെ സ്വയം തുന്നി തയ്ക്കുന്നു, പുള്ളി കുളിക്കുന്നു, ട്രിം ചെയ്യുന്നു. ലൈക്ക് മാക്സ് പെയിൻ 3 ഗെയിം കളിച്ചവർക്ക് ഇത് മനസ്സിലാവും. കാര്യം ആ ഗെയിമിൽ ഇതുപോലെ ഏകദേശം സെയിം ആണ്. റിവെഞ്ച് സ്റ്റോറി ലാസ്റ്റ് ഒരു 1 ടീമിനെ തന്നെ കൊല്ലാൻ വേണ്ടി അവര് അങ്ങനത്തെ ഒരു ബിൽഡപ്പാ മാക്സ് പെയിൻ്റെ ഒരു ബിൽഡപ്പാ ഉണ്ണിക്ക് ഇതിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് ഉണ്ണി മൊത്തം ഒന്ന് റിഫ്രഷ് ആയി പുതിയൊരാളായിട്ട് മാർക്കോ 2.0 ആ ഒരു സ്റ്റൈലിൽ. പിന്നെ ക്ലൈമാക്സിലെന്ന് തന്നെ PUBG പോലെ ആയിപ്പോയി. അവിടെ തന്നെ എല്ലാ ടൂൾസും എല്ലാം ഉണ്ട്. മെഷീൻ ഗൺ തൊട്ട് അമ്പും വില്ലും കുടച്ചക്രം കത്തി എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് വന്നത് കയറി ചെന്ന് കൊല്ലാൻ കണക്കിന് എല്ലാം റെഡിയാക്കി വെച്ച ഒരു ബിൽഡപ്പ് സർക്കസ് ടെന്റ് പോലെ എനിക്ക് തോന്നി ക്ലൈമാക്സ്. പിന്നെ മെയിനായിട്ട് പറയാമെന്ന് തന്നെ പടം വാച്ചബിളാണ്, നൈസാണ്. കാര്യം മലയാളം സിനിമയിൽ ഇത്രയും വയലൻ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു വയലൻസ് മൂവി എൻ്റെ അറിവിൽ വേറെ ഇല്ല. ഞാൻ കണ്ട ഏറ്റവും മോസ്റ്റ് വയലന്റ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിലത്തെ 4 ഞാൻ കണ്ട വയലന്റ് സീൻ എന്നൊക്കെ പറഞ്ഞാൽ ദേവാസുരത്തിലെ ലാലേട്ടൻ കൈ മുറിക്കുന്ന സീനാണ്. ആ ലാസ്റ്റ് ആ കൈയെ വെട്ടി കൈ ഇങ്ങനെ തറയുന്ന വീഴുന്നതാണ് ഞാൻ വരെ അറച്ചു പോയിട്ടുണ്ട്. ബട്ട് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 50,000 കൈയും തലയും കണ്ണും മൂക്കും എന്തൊക്കെ വെട്ടാൻ പറ്റുമോ അതെല്ലാം വെട്ടാൻ പറ്റില്ല. ലാസ്റ്റ് പട്ടീനെ അവരെ കിങ് കോങ്ങില് നമ്മുടെ ഡൈനോസറിന്റെ വാ വലിച്ച് കോങ് കീറുന്ന പോലെ പട്ടിയുടെ വായൊക്കെ ഇങ്ങനെ പുല്ല് പോലെ പുഷ്പം പോലെ വലിച്ചും കീറി അങ്ങ് എറിയുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പടം എന്നാൽ കംപ്ലീറ്റ് ആണ്. ബട്ട് ഇൻകംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇൻകംപ്ലീറ്റും ആണോ എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് കുറെ കാലത്തിന് ശേഷം നല്ലൊരു ആക്ഷൻ ഹൈലി വോൾട്ടേജ് പാക്ഡ് മൂവി കിട്ടിയതിൻ്റെ സന്തോഷം ഈ സിനിമയിൽ എനിക്ക് പ്രേക്ഷകരിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതെനിക്കും കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഈ ഫിലിം എന്തോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ചില ഡ്രോബാക്സ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് തന്നെ ഈ ഇംഗ്ലീഷ് ഡയലോഗ്സ്, മെയിൻലി ഇതിൽ ഡാർക്ക് നൈറ്റിലെ ഡയലോഗൊക്കെ ഒരുപാട് കുത്തി കയറ്റിയിട്ടുണ്ട്. വെരി പുവർ ചോയ്സ് ഓഫ് വേർഡ്സ്. പിന്നെ യു ആർ ഡീലിംഗ് വിത്ത് ദ റോങ് പേഴ്സൺ. ലൈക്ക് മോല ലൂസിഫറിൽ ആൾറെഡി പറഞ്ഞ് തേഞ്ഞ ഡയലോഗാണ്, ദ ഡീൽ ഈസ് വിത്ത് ദ ഡെവിൽ. സോ അതുപോലൊരു സാധനം നമ്മൾ കേട്ട് പഴവിത. എന്നാലും ലൈക്ക് എനിക്കെന്തോ KGF വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ KGF ഇതും കുറച്ചടുത്തടുത്തൊക്കെ നിൽക്കും. കുറച്ച് നല്ല ഏറെക്കുറെ അറൗണ്ട് 75-80% KGF ഇതും അടുത്തടുത്ത് നിൽക്കുന്നൊരു മൂവിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ മൂവിയുടെ സക്സസ്. കാര്യം അവരെന്താണ് ഉദ്ദേശിച്ചത്, വയലൻസ് എങ്ങനെ കാണിക്കാൻ പറ്റൂ അതിൻ്റെ ടോപ്പ് പീക്ക് നോച്ചിൽ വയലൻസ് കാണിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. എല്ലാം മിനിമൽ സെറ്റിങ്സിലായിരുന്നു. ബ്ലഡിൻ്റെ എല്ലാം VFX കാര്യങ്ങളെല്ലാം ആയിരുന്നു. അവർ കൂടുതലും VFX ആണ് യൂസ് ചെയ്തത്. ഇതിൽ പ്രാക്ടിക്കൽ എഫക്ട്സ് അധികമായിട്ട് യൂസ് ചെയ്തില്ല. പ്രാക്ടിക്കൽ എഫക്ട്സ് 1-2 സാധനങ്ങൾക്ക് മാത്രം ആ ഒരു റിയാലിറ്റി കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തു. ബട്ട് അത് വർക്കൗട്ടായി. എൻ്റെ റേറ്റിംഗ് മാർക്കോയിൽ വേറെ ഒന്നുമല്ല, ഒരു 8.5 ഔട്ട് ഓഫ് 10 സുഖമായിട്ട് ഞാൻ കൊടുക്കും. ആ 1.5 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ചില ഒരു ഫിനിഷിങ് ഫൈനൽ ക്ലൈമാക്സിൽ ഉണ്ടായിരുന്ന ഒരു റഷ് കാണിച്ച് ക്ലൈമാക്സ് പെട്ടെന്ന് തീർന്നോ എന്നൊരു ഇതായി വരും. പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ലാസ്റ്റ് ക്ലൈമാക്സ്. അങ്ങ് ഷോർട്ട് കൺ എടുത്ത് ഓടിയിരുന്നു, മെഷീൻ കൺ എടുത്ത് യൂസ് ചെയ്യുന്നു, ആക്സ് യൂസ് ചെയ്യുന്നു, അത് യൂസ് ചെയ്യുന്നു, ചാടി വിട്ടുന്നു ഒരു 10-50 ചാത്തു എന്നാണ് പറയാൻ. ആ ഒരു ഗതിയിലാണ് ക്ലൈമാക്സ് പോയത്. എൻ്റെ റേറ്റിംഗ് എന്തായാലും ഞാൻ 8.5 കൊടുത്തു. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ റേറ്റിംഗ് പറയാം. വീണ്ടും ഡിംബൂസ് ടോക്സിൽ പുതിയൊരു എപ്പിസോഡുമായി ഇനിയും കാണാം. ബൈ.